സമനിധിയുടെ രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾ 2024-25 രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾ മംഗല്യ സമുന്നതിയും ഭവന സമുന്നതി. ഈ രണ്ട് പദ്ധതികളുടെ തുക വിതരണം ചെയ്യുന്ന ചടങ്ങാണ്. ധനസഹായം വിതരണം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. സ്വസ്ഥമായി സുരക്ഷിതമായ ഒരു നല്ല വീട്ടിൽ, ചോർന്നൊലിക്കാത്ത സുരക്ഷിതമായൊരു നല്ല വീട്ടിൽ മക്കളോടൊപ്പം, പ്രായപൂർത്തിയായ പെൺമക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളത്. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ, ഒരു മകൾ ജനിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ നല്ല നിലയിൽ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് അവളുടെ ജീവിതം സുരക്ഷിതമാക്കണം. മകളെ സ്നേഹത്തോടെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തി ആ കുഞ്ഞിൻ്റെ ജീവിതം സുരക്ഷിതമാക്കണമെന്നുള്ള ഒരു രക്ഷകർത്താവിന്, അച്ഛനമ്മമാരുടെ മുമ്പിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന കാര്യമാണ്. ആൺകുട്ടികളാണെങ്കിൽ നമുക്കൊരു ജോലി സമ്പാദിക്കണം, മിടുക്കനാക്കണം. പക്ഷേ പലപ്പോഴും നമ്മുടെ പെൺമക്കൾ ജനിക്കുമ്പോൾ ആദ്യം അവരെ ഒരു നല്ല ഉദ്യോഗസ്ഥയാക്കണമെന്ന് ആലോചിക്കുന്നതിന് മുമ്പേ നമ്മൾ ആലോചിക്കുന്നത് ഒരു കല്യാണം നല്ലതായി കഴിപ്പിക്കണം എന്നാണ്. നമ്മൾ നാട്ടിൽ പറയാറുണ്ട്, പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഉടനെ ചോദിക്കും, കുഞ്ഞാണോ പെണ്ണോ? പെണ്ണാ? ചിലവായല്ലോ എന്ന് പറയും. എന്ത് ചിലവാണ്? പഠിപ്പിച്ചവരെ ഉന്നതിയിലെത്തിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ആദ്യ ലക്ഷ്യം. പക്ഷേ ഒരു മകളെ വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാൻ സമുന്നതിക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമുന്നതി രൂപീകരിച്ച കാലത്ത് ഇതിൻ്റെ ചെയർമാനായിരുന്നത് എൻ്റെ പിതാവ് ശ്രീ ആർ ബാലകൃഷ്ണ സാറായിരുന്നു. അതുപോലെ തന്നെ ഒരു കൗതുകകരമായ കാര്യമുണ്ട്. കഴിഞ്ഞ 13 വർഷമായി സമുന്നതി തുടങ്ങിയിട്ടെന്ന് ശ്രീ പ്രേംജിത്ത് പറയുണ്ടായി. ഈ 13 വർഷവും ഇതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്നത് ശ്രീ ജ്യോതിലാൽ IAS ആണ് എന്നാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽ, ഒരുപക്ഷെ ഈ സ്ഥാപനത്തിൽ ഏറ്റവും സർവീസ് അദ്ദേഹത്തിനായിരിക്കും. ഈ സ്ഥാപനത്തിൻ്റെ ഓരോ ചലനങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ജ്യോതിലാൽ. ഞങ്ങൾ പറയുന്നതാണ്, ഒരു ഉദ്യോഗസ്ഥന് ഇത്രയും വർഷം ഒരു ചുമതല വഹിക്കാൻ കഴിയുക എന്ന് പറയുന്ന, ഒരു പ്രത്യേക വകുപ്പിൻ്റെ ചുമതല വഹിക്കാൻ കഴിയുമെന്ന് പറയുന്നത് തന്നെ വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും പ്രേംജിത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നെ ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും ജ്യോതിലാലിനെ വിളിക്കാറുണ്ട്. കാരണം ഈ കാര്യങ്ങളിൽ വളരെ മറ്റാരെക്കാൾ കൂടുതൽ ഒരു പരിചയവും താല്പര്യവും അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു നല്ല വീട് എന്ന സ്വപ്നം, ആ വീടിൻ്റെ അവസ്ഥ, നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ വീട് വെച്ചാൽ അവസ്ഥ മോശമായി കഴിഞ്ഞാൽ പിന്നെ അത് നവീകരിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് സാധിച്ചെടുക്കാൻ ഭവന സമുന്നതിയിലൂടെ സമുന്നതി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് ഒരു കൈത്താങ്ങാകാൻ 1 ലക്ഷം രൂപയോളം നൽകി സഹായിക്കുന്ന ഒരു പദ്ധതി, അത് ശരിക്കും പറഞ്ഞാൽ വർദ്ധിപ്പിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു കൊടുത്താലേ കല്യാണം നടത്താൻ പറ്റും. വളരെ പ്രധാന, സ്വർണ്ണത്തിനൊക്കെ ഏതാണ്ട് ഒരു പവനുണ്ടെങ്കിൽ വേണമെങ്കിൽ 1 ലക്ഷം രൂപ വേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമാണ്. ഏതൊരു മനുഷ്യൻ്റെയും, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി തരലാണ് സർക്കാരിൻ്റെ ചുമതല. അഭിമാനത്തോടെ പറയാൻ കഴിയും, മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ സമ്മേളിച്ചിരിക്കുമ്പോൾ ഒറ്റ കാര്യം ഓർപ്പിക്കാനുണ്ട്. ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായി മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഏറ്റവും ശക്തമായ തീരുമാനമുണ്ടായത്. അതിനു മുമ്പ് ഇത് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ കാലം മുമ്പേ, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാർക്ക് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടത് മന്നത്ത് പത്മനാഭനാണ്. ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ സ്വപ്നം മുന്നിൽ നിർത്തിക്കൊണ്ടായ നായർ സർവീസ് സൊസൈറ്റി ഏതാണ്ട് 32 വർഷക്കാലം കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ കോടതികളെയും നീതിന്യായ വ്യവസ്ഥകളെയും സമീപിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു 10% സംവരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തി. അത് ഏർപ്പെടുത്തിയതിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഏറ്റെടുത്ത് വരുമ്പോൾ ഈ വിഷയത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കപ്പെട്ടു. സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അവിടെ ഏറ്റവും അനുകൂലമായി തീർന്നത് നായർ സർവീസ് സൊസൈറ്റി 32 വർഷമായി നടത്തി വന്ന ശ്രീ നാരായണ പണിക്കർ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും അതിനുശേഷം ശ്രീ സുകുമാരൻ നായർ സാർ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഇവരെല്ലാവരും നടത്തിയ ആ കേസിൻ്റെ റിസൾട്ടായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ഈ തീരുമാനത്തിന് ഏറ്റവും ശക്തി പകർന്ന സുപ്രീം കോടതിയുടെ തീരുമാനം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ തീരുമാനം ഈ വിഷയത്തിൽ വരുന്നത് ഈ 32 വർഷത്തെ കേസാണ്. ഈ കേസിൻ്റെ അന്തിമ തീരുമാനത്തിന് സമയം എടുക്കുമ്പോഴേക്കും ഏതാണ്ട് സംസ്ഥാന സർക്കാരും അതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരും ഇത്തരത്തിലൊരു സംവരണം, വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ഒരു സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. അത് തീർച്ചയായിട്ടും, കാരണം മുഖ്യമന്ത്രിയുടെ നിലപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ വിഭാഗക്കാർക്കും ഈ സമൂഹത്തിൽ
ആനുകൂല്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഈ സമൂഹത്തിൽ സാമൂഹ്യ നീതി നടപ്പിലാവത്തുള്ളൂ. സാമൂഹ്യ നീതി എന്ന് പറയുന്നത് ഏറ്റവും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടണം. ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ദീർഘവീക്ഷണമുള്ള നമ്മുടെ നേതാക്കൾ സ്വാതന്ത്ര്യ ഭാരതത്തിൽ ഏറ്റവും നല്ല പൊതുവിദ്യാഭ്യാസം സെറ്റപ്പ് ചെയ്ത്. പിന്നെ കുറച്ചു നാൾ പൊതുവിദ്യാഭ്യാസം അങ്ങനെ തകർന്നു പോയി. പണക്കാരുടെ മക്കൾക്ക് മാത്രമായി വിദ്യാഭ്യാസം, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പണക്കാരുടെ മക്കൾക്ക് സൗജന്യമല്ലാത്ത സ്കൂളുകളിൽ, പ്രൈവറ്റ് സ്കൂളുകളിൽ അയച്ച് പഠിപ്പിച്ചാൽ മാത്രമേ ലഭിക്കത്തുള്ളായിരുന്നു. പക്ഷേ ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ നവീകരണ യജ്ഞം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവമാണ്. 6 ലക്ഷം കുഞ്ഞുങ്ങളെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാരിൻ്റെ ഉന്നത നിലവാരമുള്ള സൗകര്യങ്ങളുള്ള മികച്ച അധ്യാപകരുള്ള സർക്കാർ സ്കൂളുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു, മാറ്റിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. സാമൂഹ്യ പരിഷ്കരണത്തിൽ, സാമൂഹ്യ നീതി നടപ്പിലാക്കുന്നതിൽ ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു കാൽവയ്പ്പാണ് ഈ പൊതുവിദ്യാഭ്യാസ നവീകരണ യജ്ഞം എന്നാണ്. നമ്മൾ വിമർശിക്കുന്നവർക്ക് വിമർശിക്കുകയും കളിയാക്കുകയും അത് രാഷ്ട്രീയ വിരോധമാണ്. പക്ഷെ നമ്മൾ സിമ്പിളായി നിഷ്പക്ഷമായി ചിന്തിച്ചാൽ, ഞാനൊരു രാഷ്ട്രീയക്കാരനായി പറയുന്നതല്ല, നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കൂ. സർക്കാർ സ്കൂളുകളിൽ ബെഞ്ചില്ല, ഡെസ്കില്ല, ഇരിക്കാൻ സൗകര്യമില്ല, മൂത്രപ്പുരകളില്ല, പാചകശാലകളില്ല, പഠിപ്പിക്കാൻ അധ്യാപകരില്ല. ഇങ്ങനെ നിലവാരം കുറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ സർക്കാർ എത്രയും കഷ്ടപ്പെട്ട്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, ചുമക്കുന്നവർ, റബ്ബർ വെട്ടുന്നവർ, ഇവരെല്ലാം തൻ്റെ കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. എന്താണ്? പണം. അപ്പോൾ കടം വാങ്ങിയായാലും എൻ്റെ കുഞ്ഞിനെ ഷൂസും സോക്സും ഒക്കെ ഇട്ടിച്ച് സ്കൂൾ ബസ്സിൽ കയറ്റി നല്ല ബെഞ്ചും ഡെസ്കുമുള്ള, നല്ല പുസ്തകങ്ങളുള്ള, നല്ല പഠനമുണ്ടെന്ന് പറയുന്ന ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അയക്കാൻ ആഗ്രഹിച്ചതിൽ അവരെ തെറ്റുവരാൻ പറ്റത്തില്ല. അത് മനുഷ്യനാണ്. നിങ്ങളിവിടെ ഇരിക്കുന്നു, എന്താ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നല്ലൊരു വീട്, മക്കൾ, പ്രായപൂർത്തിയ പെൺമക്കളടക്കം സുരക്ഷിതമായി കതവടച്ച് ചോർച്ചയില്ലാതെ കിടക്കാൻ കഴിയുന്നൊരു വീട് നമ്മുടെ സ്വപ്നമാണ്. ഏതൊരു മനുഷ്യൻ്റെ സ്വപ്നമാണ്. അതിൽ പണക്കാരനെന്ന് പാവപ്പെട്ടവനൊന്നുമില്ല. പണമുള്ളവർ ചിലപ്പോൾ 55,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വയ്ക്കും. പക്ഷേ പാവപ്പെട്ടവർ 500 സ്ക്വയർ ഫീറ്റ് താഴെ ഒരു വീടായാലും സുരക്ഷിതമായിട്ട് കയറി കിടക്കാൻ നോക്കും. ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. എനിക്ക് പരിചയമുള്ളതാണ്. അവരെന്നോട് പറഞ്ഞു, സാറേ എൻ്റെ മകൾക്ക് പ്രായപൂർത്തിയായി, എൻ്റെ വീടിന് ഒരു കഥകില്ല എന്നാണ് പറഞ്ഞ പരാതി. അവരുടെ സങ്കടം അതാണ്. എൻ്റെ മോൾ പ്രായപൂർത്തിയായി, അവളെ സുരക്ഷിതമായി അവളെയും കൊണ്ട് ആ വീട്ടിൽ കിടക്കാൻ എൻ്റെ വീടിന് ഒരു ഉറപ്പുള്ള കഥകില്ല എന്നാണ്. അത്രത്തോളം ബുദ്ധിമുട്ടിലായിരുന്നു അവർ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് അതൊരു വലിയ ആകാംക്ഷയാണ്. അപ്പോൾ അത്തരം ആകാംക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം, അവരുടെ വളർച്ച, അവരുടെ പഠനം. ആ പഠന കാര്യത്തിൽ ഈ ഗവൺമെൻറ് സ്വീകരിച്ച ഒരു നിലപാട് ന്യൂനപക്ഷ വിഭാഗങ്ങളെന്നോ ഭൂരിപക്ഷ വിഭാഗമെന്നോ മുന്നോക്കമെന്നോ പിന്നോക്കമെന്നോ ഒന്നുമില്ലാതെ തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല സ്കൂൾ കെട്ടിടങ്ങൾ, ഏതാണ്ട് കേരളത്തിൽ 14,000 സ്കൂൾ കെട്ടിടം പണിഞ്ഞെന്നാണ്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ മാത്രം 41 ബഹുനില മന്ദിരങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പണിതിട്ടുണ്ട്. ബഹുനില മന്ദിരം പറഞ്ഞാൽ 1-2 മുറികളുള്ളതല്ല, 10, 12, 20, 24 മുറികളുള്ള 48, 49 സ്കൂളുകൾ 2-3 പണി നടക്കുന്നുണ്ട്. അത് കൂടാതെ പണി തീർത്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഒരു 8-9 വർഷത്തിനിടയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം, ആവശ്യമായ നല്ല ഫർണിച്ചറുകളെല്ലാം കിഫ്ബിയിൽ നിന്ന് കൊടുക്കുന്നു, അങ്ങനെ പല ഏജൻസികൾ കൊടുക്കുന്നു, MLA കൊടുക്കുന്നു, MP കൊടുക്കുന്നു, അങ്ങനെയൊക്കെ വന്നുകൊണ്ട് ഒരു വലിയ മാറ്റം. 6 ലക്ഷം കുഞ്ഞുങ്ങളെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എന്താ, ഈ കോവിഡ് വന്നപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിച്ചാൽ കോവിഡിൻ്റെ കാലത്തും ഫീസ് അടയ്ക്കണം, ക്ലാസ്സില്ല, ഒന്നുമില്ല, വാട്സാപ്പിൽ 2 ചോദ്യം 2 ഉത്തരവും വരും. ഇതിനു വേണ്ടി 600 രൂപ 700 രൂപ മാസം, അത് കോവിഡായിട്ട് ഒരു ജോലിയില്ല, നമ്മൾ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ 600 രൂപ 700 രൂപ ഫീസ് കൊടുത്തില്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം കുഴപ്പത്തിലായി. അതോടുകൂടി എന്ത് ചെയ്തു, ഇനി ഇതുമായി മുന്നോട്ട് പോകണ്ട, നമ്മുടെ സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിൽ, പ്രൈമറി സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് പഠിക്കേണ്ട സ്കൂളുകളിൽ അവിടുത്തെ PTA ഇടപെട്ടുകൊണ്ട് ഇംഗ്ലീഷിൽ അധ്യാപകർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളായി. മലയാളത്തിലും പഠിക്കാം, ഇംഗ്ലീഷിലും പഠിക്കാം. മറ്റൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വരെ, ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ പോലീസ് വരും. ഞാൻ എൻ്റെ അനുഭവം പറയുന്ന, എൻ്റെ അച്ഛൻ മാനേജറായിരുന്ന, ഞാൻ നോക്കിക്കൊണ്ടിരുന്ന, ഇപ്പോൾ ഞാൻ മാനേജറായിരിക്കുന്ന വാളാത്ത സ്കൂളിൽ 1999-98 കാലങ്ങളിൽ ആ സ്കൂൾ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ രാഷ്ട്രീയത്തിലൊന്നുമില്ല, സിനിമ നടനാണ്. എന്നെ ഏൽപ്പിച്ചു. ഞാൻ എന്ത് ചെയ്തു, കുഞ്ഞുങ്ങളെയൊക്കെ ഇംഗ്ലീഷ് ചെറിയ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെല്ലാം ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ നിന്നൊരു വിജിലൻസ് ഒരു കത്ത് പോയി. ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ, എയ്ഡ് സ്കൂളാണ്, ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്ന കുറ്റകൃത്യത്തിന് നടപടിയെടുക്കുക. അങ്ങനെ കൊല്ലത്ത് നിന്നും ഒരു DYSP അവിടെ വന്നു അന്വേഷിക്കാൻ വേണ്ടി. അവിടെ വന്ന് അന്വേഷണം നടത്തിയിട്ട് പോകാൻ നേരം എന്നെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞു, ഏറ്റവും നല്ല കാര്യമാണ്, ഏത് അന്വേഷിക്കുന്ന ആൾ പറയാം, ഏറ്റവും നല്ല കാര്യം പാവപ്പെട്ടവരുടെ മക്കൾക്ക്, പട്ടികജാതിപ്പെട്ടവരുടെയും പാവങ്ങളുടെ, സമ്പത്തല്ലാത്ത പാവങ്ങളുടെ മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള തീരുമാനത്തിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പോയത്. ഈ ഉദ്യോഗസ്ഥൻ അയാളെ വ്യക്തിപരമായപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ അന്വേഷിക്കാൻ പറ്റിരിക്കുക, എന്താ വലിയ കുറ്റം, ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ആരെ? പാവപ്പെട്ട കുഞ്ഞുങ്ങളെ, പട്ടികജാതിപ്പെട്ട കുഞ്ഞുങ്ങളെ, സമ്പന്നരല്ലാത്തവരുടെ മക്കളെ
ഓട്ടോറിക്ഷക്കാരുടെയും ചുമട്ടുതൊഴിലാളികളുടെയും മക്കളെ, റബ്ബർ വെട്ടുന്നവരെ കർഷകന്റെ മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അതായിരുന്നു അന്ന്. 2000 അവസ്ഥ ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നു, MLA ആയി. അന്നു മുതൽ UDF നിൽക്കുന്ന കാലത്തും എല്ലാ കാലത്തും നിയമസഭയ്ക്കകത്തെ എൻ്റെ പ്രസംഗത്തിന് ഞാൻ പറയുന്നുണ്ട്, മന്ത്രിസഭ ഇരിക്കാൻ കിട്ടിയ കുട്ടികൾക്ക് നല്ല സൗകര്യം ഒരുക്കി കൊടുക്കണം, പാവപ്പെട്ടവരുടെ മക്കൾക്ക് പഠിക്കാൻ ഈ സംസ്ഥാനത്ത് ഒരു സൗകര്യമില്ല, ഇതെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അതിനുവേണ്ടി UDF അധികാരത്തിൽ വന്നാൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് പഠിക്കാൻ വേണ്ടി TN ജേക്കബ് അധ്യക്ഷനായി ഒരു കമ്മിറ്റി വെച്ചു. ഒരു MLA പോയില്ല. ഞാൻ ഈ ഗസ്റ്റ് ഹൗസിൽ പോയി ആ കമ്മിറ്റി മുമ്പാകെ എൻ്റെ മൊഴി നൽകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം എഴുതി, ഇത്തരം നല്ല ക്ലാസ് വേണം, ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണം, കുട്ടികൾക്ക് നല്ല ബെഞ്ചിൻ ഡെസ്ക് കൊടുക്കണം, നല്ല സൗകര്യം വേണം, ടോയ്ലറ്റ് വേണം, ഇതെല്ലാം പറഞ്ഞപ്പോൾ എല്ലാം കേട്ട് എഴുതിയെടുത്തു. പക്ഷേ പിന്നെ വന്ന സർക്കാർ ഒന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ അഭിമാനത്തോട് പറയട്ടെ, ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്ന ആ ഒരു പരിഷ്കാരം ഒരു സാധാരണ പൗരൻ നിലയിൽ, രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് സിനിമയിൽ അഭിനയിച്ചും ഒരു സ്കൂൾ നടത്തി മാത്രം പരിചയമുള്ള ആളെന്നുള്ളതിൽ കേരളത്തിലുണ്ടാക്കിയ ഏറ്റവും വലിയ പരിഷ്കാരമാണ് ഈ പൊതുവിദ്യാഭ്യാസ പരിഷ്കാരം. എല്ലാവരുടെയും മക്കൾക്ക്, പാവപ്പെട്ടവരുടെ മക്കൾക്കും പണക്കാരനോ എല്ലാവരും ഒന്നിച്ച്, ഞാനിപ്പോഴും പറയുന്നത് സ്കൂളിൻ്റെ ബെഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സോഷ്യലിസമാണ്. ഒരു സ്കൂളിൻ്റെ ക്ലാസ് മുറി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സോഷ്യൽ. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ രാഷ്ട്രീയമില്ല, അവിടെ പണക്കാരനില്ല, പാവപ്പെട്ടവനില്ല. ആ ബെഞ്ചിൽ ഇരിക്കാൻ കേരളത്തിലെ ജനങ്ങളെ വീണ്ടും ശക്തമായൊരു പൊതുവിദ്യാഭ്യാസം ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മൾ അഭിമാനം കൊണ്ടിട്ടുണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ച്. പിന്നീട് അത് തിരിച്ചു വന്നത് ഒന്നാം പിണറായി സർക്കാരിലാണ്. അതുപോലുള്ള സാമൂഹ്യനീതി, ഞാൻ സാമൂഹ്യനീതിയെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ ഇതിന് പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഈ പ്രവർത്തനം ഒരു സാമൂഹ്യനീതിയാണ്. സമൂഹത്തിൽ മുന്നോക്ക സമുദായത്തിൽ ജനിക്കുന്നത് അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽ ജനിക്കുന്ന ഒരാൾ ജാതിയിൽ ജനിക്കുന്നത് ആർക്കും അപേക്ഷ കൊടുത്തിട്ടല്ല. ഞാൻ ഇന്ന ജാതിയിൽ ജനിക്കണം എന്ന് നിങ്ങൾ ആരെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ദൈവം നമ്മളെ ഒരു സ്ഥലത്ത് ഒരു അച്ഛനും അമ്മയ്ക്കും മകനായി മകളായി ജനിക്കുന്നു. നമ്മൾ ജനിച്ചു കഴിഞ്ഞു. ജനിക്കുമ്പോൾ എൻ്റെ വീട്ടിലെ അച്ഛൻ, എൻ്റെ പിതാവ് അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്നത്, ഞാനും അള്ളാഹുവിനെ പ്രാർത്ഥിക്കും. ക്രിസ്തുവിനെ പ്രാർത്ഥിക്കും. കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യും. അമ്പലത്തിൽ പോകുന്നത് അമ്പലത്തിൽ പോകും. അല്ലാതെ നമ്മൾ അപേക്ഷ ആർക്കെങ്കിലും കൊടുത്തു, നിങ്ങളിൽ ആരെങ്കിലും, ഞാനോ നിങ്ങളോ ആർക്കെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ഇന്ന വീട്ടിൽ ഇന്നാളുടെ മകനായി മുന്നോക്ക സമുദായത്തിൽ ജനിക്കണം, അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽ ജനിക്കണം, ദളിതനായി ജനിക്കണം എന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ വരുന്നതാണ്. ഇപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചു, ഞാൻ കണ്ടില്ല എങ്കിലും ഞാനൊരു ഉത്തരം പറയുകയാണ്. നിറത്തെക്കുറിച്ച് ചീഫ് സെക്രട്ടറി ചെയ്ത കാര്യം, ഞാൻ ഫേസ്ബുക്ക് ഒന്നുള്ള ആളല്ല, എൻ്റെ ഫേസ്ബുക്ക് കണ്ടില്ല. അപ്പം ചീഫ് സെക്രട്ടറി മാഡം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, അവരെ നിറത്തെക്കുറിച്ച് ഒരുപാട് ബുദ്ധിമുട്ട്. ഒരിക്കലും നിറം ആര് ചോദിച്ചിട്ടാണ് നിറം വാങ്ങിച്ചത്? നല്ല വെളുത്ത അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പൻ്റെ കറുത്ത കളറുള്ള മോള് ജനിക്കുന്നത് ആരുടെയും കുറ്റമാണോ? ഈ നിറം നമ്മൾ ചോദിച്ചു വാങ്ങിച്ചാണ്. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള നിറം കറുപ്പാണ്. മിക്കവാറും എന്നെ കാണുമ്പോൾ നിങ്ങൾ കറുത്ത ഉടുപ്പല്ലെങ്കിൽ നീല ഉടുപ്പെങ്കിൽ കറുത്ത് ഡാർക്ക് കളറാണ് എനിക്കിഷ്ടം. പലപ്പോഴും എന്നെ കരിങ്കുടി കാണിക്കുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറമാണല്ലോ എന്നെ കാണിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് സന്തോഷിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം കറുപ്പാണ്. അതുകൊണ്ട് ഈ നിറം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ, ഇതൊക്കെ ഈ ജാതി, നിറം, ഇതൊക്കെ ആരെങ്കിലും ചോദിച്ചു വാങ്ങിച്ചാണോ? അപേക്ഷ കൊടുത്തോ? എനിക്ക് വെള്ള കളറിൽ ജനിക്കണം അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ വെള്ള കളറിൽ ജനിച്ചിട്ട് എന്താ, എന്തെങ്കിലും അസുഖം വന്നാൽ നേരെ അങ്ങ് കറുപ്പായി പോകും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ചില അസുഖങ്ങളൊക്കെ നമ്മൾ ചികിത്സ കഴിച്ചിറങ്ങുന്ന പാല് പോലെ ഇരുന്നാണ് നല്ല കറുത്ത കളറിൽ വരുന്നത്. കളിയാക്കാൻ പറ്റുമോ? അപ്പോൾ ഒരാളെ നിറം മാറാനും വലിയ സമയമൊന്നും വേണ്ട. അതുകൊണ്ട് നിറമൊരു പ്രശ്നമല്ല, ജാതി ഒരു പ്രശ്നമല്ല. ഒരാൾ മുന്നോക്ക സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് അയാൾക്ക് അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല. പിന്നോക്ക സമുദായത്തിൽ ജനിച്ചുകൊണ്ടോ ദളിതനായതുകൊണ്ടോ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മുന്നോക്ക വികസന കോർപ്പറേഷന് ഇടതുപക്ഷ മുന്നണി സർക്കാർ ഇത്രയധികം സൗകര്യങ്ങൾ ഒരുക്കുന്നത്. പ്രേംജിത്ത് തന്നെ പറഞ്ഞു, 2.5 കോടി രൂപ ഈ വർഷം കൂടുതലാണ് നൽകിയത്. എല്ലാ വകുപ്പുകളിലും സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചപ്പോൾ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറയ്ക്കരുത് എന്ന് ജ്യോതിലാലിൻ്റെ അടുത്ത് ഞാൻ ജ്യോതിലാലിനെ സംസാരിച്ചു. അവിടെ ഒരു സംശയം വന്നു. കാരണം ഈ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചപ്പോൾ ഇത് പോകുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് പ്രേംജിത്തുണ്ട്. ജ്യോതിലാലിനെ വിളിച്ചപ്പോൾ പറഞ്ഞില്ല, അങ്ങനെയൊന്നും വെട്ടിക്കുറയ്ക്കില്ല. ധനകാര്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ചെയ്യില്ല, സ്കോളർഷിപ്പ് കുട്ടികൾ കിട്ടാനുള്ളതാണ്, അതിൽ സർക്കാർ ഒരു കുറവും വരുത്തില്ല. അപ്പം അത്തരത്തിൽ 2.5 കോടി രൂപ കൂടുതൽ കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ, ഈ ഒരു സ്ഥാപനത്തെ പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സർക്കാർ സാമൂഹ്യ നീതിക്ക് മുൻതൂക്കം നൽകുന്നു. എല്ലാവരും നല്ല നിലയിൽ ജീവിക്കണം. എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ സോഷ്യലിസം എന്ന് പറയുന്നത് എല്ലാവരും മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കണം. അതുതന്നെയാണ് പിണറായി സർക്കാർ. ദാരിദ്ര്യമുക്ത കേരളം എന്ന മുദ്രാവാക്യം എന്താണ്? വീടില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, പട്ടിണി കിടക്കുന്ന, തൊഴിലില്ലാത്ത, കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത, പട്ടിണി കിടക്കുന്ന മനുഷ്യനുണ്ടാവില്ല. പട്ടിണിയില്ലാത്ത ദാരിദ്ര്യമുക്ത കേരളമാണ് ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ പ്രഖ്യാപനം. അതിൻ്റെ ഭാഗമാണ് ഇത്തരം പദ്ധതികൾ. ഒരാളും പരമദരിദ്രരായി ജീവിക്കാൻ പാടില്ല. അവിടെയാണ് സോഷ്യലിസം. മാറുന്ന സോഷ്യലിസമാണ്. പണ്ട് പറഞ്ഞിരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അവിടെ സമരം നടത്തി എല്ലാവരും തൊഴിലാളികളാണ്. എല്ലാവരും തൊഴിലാളികളാവണമെന്നല്ല. പണമുണ്ടാക്കാൻ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണ്. കളിയാക്കി പറയും,
എന്താണ് വ്യവസായ രംഗത്ത് 5 ലക്ഷം നിക്ഷേപം ഉണ്ടായി എന്ന് രാജീവ് മിനിസ്റ്റർ പറയുന്നത്? അത് അവിടെ ഒരാൾ ചായക്കട തുടങ്ങി, എന്തേ മോശമാണോ ചായക്കട തുടങ്ങുന്നത്? അവിടെ ഒരാൾ മുറുക്കാൻ കട തുടങ്ങി, മോശമാണോ? അല്ല. ഞാനിപ്പോൾ നമ്മൾ നിക്ഷേപം എന്ന് പറയുമ്പോൾ നേരെ ചിന്തിക്കുന്ന വിദേശത്തുനിന്ന് ആളുകൾ സായിപ്പന്മാരൊന്നും ഇവിടെ നിക്ഷേപിക്കും. പിന്നെ ആരാ? പ്രവാസി മലയാളികൾ വന്ന് നിക്ഷേപം, വേറെ നിക്ഷേപം, വലിയ വലിയ കമ്പനികൾ, ടെസ്ല വരണം. അതല്ല, മലയാളിയായ ചെറുപ്പക്കാരായ യുവതി യുവാക്കൾക്ക് സ്വന്തം നിലയിൽ ഒരു വ്യവസായം തുടങ്ങി, ചെറിയൊരു കടയാകട്ടെ, ഒരു ഹോട്ടലാകട്ടെ, ഒരു തുണിക്കടയാകട്ടെ, ഒരു ബോട്ടിക്കാകട്ടെ, അത് തുടങ്ങി വിജയിപ്പിച്ച് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ കഴിയണം എന്നുള്ളതാണ് നിക്ഷേപം എന്ന് പറയുന്നത്. സംരംഭകർ എന്ന് പറഞ്ഞാൽ അത് മലയാളിയാകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? മലയാളിയാവാൻ പാടില്ല, പണക്കാരനായി മിനിമം പണം ഉണ്ടാക്കിയവനായിരിക്കണം, കോടീശ്വരനായിരിക്കണം എന്നെവിടെയും പറഞ്ഞിട്ടില്ല. ഒരു പണവുമില്ലാത്ത ഒരാൾക്ക് ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തോ, ഒരു കൈവായ്പ വാങ്ങിച്ചോ, അല്ലെങ്കിൽ സ്വന്തമായുള്ള പണം ഉപയോഗിച്ചോ, ആ പണം ഉപയോഗിച്ച് വളരാൻ കഴിയണം. അതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പണം നാട്ടിൽ വന്നുകൊണ്ട് കാര്യമില്ല, അത് ഇൻവെസ്റ്റ് ചെയ്ത് സംരംഭകരായി മാറണം. അത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജാതി മതം ഒന്നുമില്ല, അതിനകത്ത് രാഷ്ട്രീയമില്ല, പുരുഷൻ സ്ത്രീ വ്യത്യാസമില്ല. നമ്മൾ സംരംഭകരാകണം. എല്ലാവർക്കും സർക്കാർ തൊഴിൽ അസാധ്യമായ കാര്യമാണ്. ഇനിയുള്ള കാലത്ത് അസാധ്യമായി മാറിക്കൊണ്ടേയിരിക്കും. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ചിന്തിക്കണം. അല്ലെ എല്ലാ കാലത്തും PSC വഴി നിയമനം നടക്കും, എല്ലാ കാലത്തും സർക്കാർ ജോലി കിട്ടും, എൻ്റെ 3 മക്കളെയും സർക്കാർ ജീവനക്കാരാക്കണം എന്ന സ്വപ്നം ഇനി വേണ്ട. കാരണം അതൊരു സർക്കാരിനും താങ്ങാൻ പറ്റത്തില്ല. കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേയിൽ പോലും ലോക്കൽ പൈലറ്റിൻ്റെ എണ്ണം 50% വെട്ടിക്കുറച്ചു. ട്രെയിൻ ഓടുന്നുണ്ട്, ഇനി എന്താ ഈ ട്രെയിനെല്ലാം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഡ്രൈവർ ഇല്ലാതെ പോകാൻ തുടങ്ങും. മെട്രോകൾ പല രാജ്യങ്ങളിലും തനിച്ചാണ് ഓടുന്നത്, ഡ്രൈവറില്ല, എല്ലാം സെൽഫ് കൺട്രോൾ, അത് സെൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മാറ്റം ലോകത്തുണ്ടാകുമ്പോൾ ഇപ്പോൾ AI സംവിധാനങ്ങൾ വരുന്നു. AI സംവിധാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ മനുഷ്യൻ ചെയ്യുന്ന ജോലികൾ കമ്പ്യൂട്ടർ ഏറ്റെടുക്കുകയും നമ്മൾ ചെയ്യേണ്ടവരെയും ചെയ്യും. അത് അപകടമാണ്, അത് വേറെ കാര്യം. അത് വളരെയധികം വർദ്ധിക്കുന്നത് അപകടമാണ്. പക്ഷേ തൊഴിൽ അവസരങ്ങൾ, അപ്പം നമ്മൾ വേറെ തൊഴിലവസരങ്ങൾ കണ്ടെത്താനുള്ള മാർഗങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കണം. ഇത് ലോകത്തിൻ്റെ മാറ്റമാണ്. അത് പറയുമ്പോൾ അയാൾ ഒരു പിന്തിരിപ്പനാണ്, ദുഷ്ടനാണെന്നും പറയേണ്ട കാര്യം. ആ കാലം കഴിഞ്ഞിരിക്കുന്നു. മാറ്റത്തെ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ആ മാറ്റത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വയം സംരംഭകരാകാനും സ്വയം വളരാനും നമ്മൾ തയ്യാറാവണം. ഇത് എൻ്റെ പോളിസിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് വലിയ ആർക്കും എതിരല്ല, അനുകൂലമല്ല. ഞാൻ കാണുന്നൊരു കാഴ്ചപ്പാടാണ്. പുതിയ ചെറുപ്പക്കാർ, യുവതി യുവാക്കൾ വരണം. അവർ ചെറിയ നിക്ഷേപരാകണം. അവർ സംരംഭം വളർത്തിക്കൊണ്ടുവരണം. അവരിലൂടെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം ഉയരണം. അല്ലാതെ ഒരു ആൾക്കാർക്ക് മാത്രമുള്ളതാണ് ബിസിനസ്. ഒരു ലെവലിന് മേലിൽ പണമുള്ളവർ മാത്രമേ ബിസിനസ്സിൽ പാടുള്ളൂ. കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും മാത്രം ബിസിനസ് അങ്ങനെ. നമ്മുടെ ചെറുപ്പക്കാർ വളർന്നു വന്ന് അവർ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരാനുള്ള അന്തരീക്ഷം നമ്മുടെ ഈ മണ്ണിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അതിനുള്ള പിന്തുണ കൊടുക്കണം, അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ചെറിയൊരു കട തുടങ്ങുന്ന പോലും പുച്ഛത്തോടെ കാണുകയല്ല വേണ്ടത്. എല്ലാ സംരംഭകരെയും എല്ലാ തൊഴിലിനെയും മാന്യമായി കാണണം. നമ്മൾ എടുക്കുന്ന ഏതൊരു തൊഴിലും അഭിമാനകരമാണ്. മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചത് ദളിതരായ മനുഷ്യരുടെ കക്കൂസ് മാലിന്യങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം മാതൃക കാണിച്ചതെന്ന് മറക്കരുത്. രാഷ്ട്രപിതാവാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചെന്ന മഹാനായ നേതാവ് ദളിതരുടെയും പാവപ്പെട്ടവരുടെയും മലമൂത്ര വിസർജനങ്ങൾ കോരാൻ മടി കാണിക്കാത്ത ശുചിത്വത്തിൻ്റെ സന്ദേശം നൽകിയ മഹാനായ നേതാവാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ദുരഭിമാനം വെടിയുക. ഏത് ജോലിയും അന്തസ്സാണെന്ന് ചോദിക്കുക. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ ബന്ധുക്കൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ അച്ഛനോട് ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അച്ഛനെതിരായിരുന്നു അഭിനയിക്കാനൊക്കെ പോകുമ്പോൾ. പക്ഷേ എൻ്റെ സഹോദരിയോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ സഹോദരിമാരൊക്കെ ചോദിക്കും, എവനെ ഈ സിനിമ അഭിനയിക്കാൻ വിട്ടതിന് വല്ല പട്ടാളത്തിലേക്ക് പോയി വല്ല പട്ടാളക്കാരെ വെടിയേറ്റ് മരിച്ചെന്നെങ്കിൽ ഒരു അന്തസ്സില്ലായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇതേ അച്ഛൻ്റെ സഹോദരി എന്നോട് പറഞ്ഞിടാ മോനെ, നീ ഒന്ന് വീട്ടിൽ വരണേടാ, എൻ്റെ കൊച്ചുമക്കൾ നിൻ്റെ ബന്ധുവാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിശ്വസിക്കുന്നു, അവരൊക്കെ നിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനാ, നീ ഒന്ന് വീട്ടിലോട്ട് വരണേന്ന് പറയുന്ന അടുത്ത്. അപ്പോൾ ഏത് തൊഴിലിനും അതിൻ്റെതായ അഭിമാനമുണ്ട്. ഒന്നൊരു തൊഴിലും മോശമല്ല. അവനവൻ്റെ കഴിവിനനുസരിച്ച് അവനവന് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുത്ത് ആ രംഗത്ത് ഉയർന്നു വരാനും അവിടെ നിന്ന് വളർന്നു വരാനും നമ്മൾ ശ്രമിക്കണം. നമ്മുടെ മക്കളെ അങ്ങനെയാണ് വളർത്തേണ്ടത്. എൻ്റെ കുഞ്ഞിന് ഒരു സർക്കാർ ജോലി കിട്ടിയില്ല, അതുകൊണ്ട് അവളുടെ ജീവിതം പാഴായി എന്ന് ചിന്തിക്കരുത്. ഏത് തൊഴിലും അഭിമാനകരമാണ്. നമ്മൾ ഏത് വീട്ടിൽ ജനിച്ചു, ആരുടെ മകളാണ് ആരുടെ മകനാണെന്നുള്ള ദുരഭിമാനങ്ങളൊക്കെ വെടിയണം. നമ്മൾ ഏത് ജോലിയും ചെയ്യാൻ കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാവണം. കഠിനാധ്വാനം, ആത്മാർത്ഥതയും സത്യസന്ധതയും ഒരാളുടെ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഠിനാധ്വാനം വേണം, ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം, അതിനോടൊരു പാഷനാണ്, ആ ജോലിയോടൊരു പാഷൻ എന്തുമായിക്കോട്ടെ.
ഒരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ജോലിയാണെങ്കിലും അഭിമാനത്തോടെ അത് വൃത്തിയായിട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അഭിമാനകരമാണ്. അവിടെ നമുക്ക് ഷേക്ക് ഹാൻഡ് കിട്ടും. അത് മനസ്സിലാക്കിയാൽ മതി. അത് അംഗീകരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചെയ്യുന്ന ജോലിയിൽ ഒരു സന്തോഷവും സംതൃപ്തിയും അതിലെ സത്യസന്ധതയും നേരും പുലർത്തിയാൽ ഏത് രംഗത്തും നമ്മൾ ഉയർന്നു വരും. അതുകൊണ്ട് ഈ ഒരു സഹായം വലിയൊരു സഹായമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു സഹായമാണ് സർക്കാർ നൽകുന്നത്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ, ഞാൻ പറഞ്ഞതുപോലെ ജീവിത നിലവാരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. എല്ലാവരെയും ജീവിത നിലവാരം ഉയർന്ന് എല്ലാവരും ഒരു ലെവലിന് മുകളിൽ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ സോഷ്യലിസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത്. അതിൻ്റെ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പറയുമ്പോൾ പരമദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളും പട്ടിണിയില്ലാത്ത ഒരു നാടായി കേരളത്തെ മാറ്റണം എന്ന് പറയുന്നത് ആ ഒരു സോഷ്യലിസത്തിൻ്റെ മാറ്റമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിയ മുന്നോക്ക സമുന്നതിയുടെ സാരഥികളെയും ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ പ്രധാനമായും ചെയർമാനെയും നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. വളരെ ശുഷ്കാന്തിയോടെ ഏറ്റവും ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരിലേക്ക് എത്തിച്ചേർക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.